ഹലോ, ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് എൻ്റെ കഴിഞ്ഞ ഒരു ദിവസത്തെ വാട്ട് ഐ ഈറ്റിൻ്റെ ഡേ ആണ്. അപ്പോൾ ഒരു വീക്കെൻഡിലെ വാട്ട് ഐ ഈറ്റിൻ്റെ ഡേ ആണ്. അപ്പോൾ ഏറ്റവും ആദ്യം തന്നെ ബ്രേക്ക്ഫാസ്റ്റ്. ഞാൻ ഒരുപാട് കുക്കിങ്ങിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളും ഒന്നും ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല. അപ്പോൾ ഇന്ന് രാവിലെ ഇക്ക ബ്രേക്ക്ഫാസ്റ്റിന് ഇല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഐറ്റമാണ് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് എടുത്തിരിക്കുന്നത്. കാരണം നമ്മുടെ തൊട്ടടുത്തുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ നിന്ന് ഞാൻ ഓർഡർ ചെയ്തതാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള കല്ലപ്പം. അപ്പോൾ ഇതിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് ഒരു ഇറഗുലർ ഷേപ്പ്, പിന്നെ നിറയെ ഹോൾസൊക്കെ ആയിട്ട് ഇത് കല്ലപ്പമാണ്. അപ്പോൾ ഞാൻ ഓർഡർ ചെയ്യുന്നത് കല്ലപ്പവും അതുപോലെ തന്നെ അവരുടെ തന്നെ കുറച്ച് മൈൽഡ് സ്വീറ്റ്നെസ്സോട് കൂടിയിട്ട്, സ്പൈസിയാണ് എന്നാൽ മൈൽഡ് സ്വീറ്റ്നെസ്സോട് കൂടിയിട്ടുള്ള ഒരു ഗ്രീൻ പീൻസ് കറിയുമാണ്. അപ്പോൾ കല്ലപ്പത്തിനും ഒരു ചെറിയ മധുരമുണ്ട്. അതുപോലെ തന്നെ ഈ ഗ്രീൻ ബീൻസ് കറിക്ക് ഗ്രീൻ ചില്ലിയുടെയും അതുപോലെ തന്നെ പെപ്പർ പൗഡറിൻ്റെയും പിന്നെ വേറെ എന്തിൻ്റെയൊക്കെയോ ഒരു മധുരമുണ്ട്. അപ്പം വളരെ ആ ഒരു സ്വീറ്റ് ആൻഡ് സ്പൈസ് കോമ്പിനേഷൻ എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ഈ ഇടയ്ക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ തോന്നുമ്പോഴത്തേനും ഇടയ്ക്ക് വാങ്ങിക്കാറുള്ളത് മസാല ദോശ വാങ്ങിക്കാറുണ്ട്. പിന്നെ വല്ലപ്പോഴും ഒക്കെ ഇഡ്ഡലി സെറ്റ് വാങ്ങിക്കാറുണ്ട്. പിന്നെ ഞാൻ കൂടുതൽ വാങ്ങിക്കാറുള്ളത് ഈ ഒരു കല്ലപ്പവും അതുപോലെ തന്നെ ഗ്രീൻ പീസ് മസാല കറിയുമാണ്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. അപ്പോൾ മക്കൾക്ക് ഏത്തപ്പഴം, പാല് അങ്ങനെയുള്ള ഐറ്റംസൊക്കെ കൊടുത്തു. പിന്നെ ഇക്ക ബ്രേക്ക്ഫാസ്റ്റിന് ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ രണ്ട് മൂന്ന് കല്ലപ്പവും അതുപോലെ തന്നെ ഈ ഒരു മസാല കറിയുമാണ് കഴിച്ചത്. പിന്നെ ഉച്ചയായപ്പോഴത്തേനും നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ ഒരു മുളകൊക്കെ ഇട്ടിട്ടുള്ള വളരെ കുറച്ച് ആവശ്യത്തിന് സ്പൈസിയൊക്കെ ആയിട്ടുള്ള ഒരു മീൻ കറിയുടെ റെസിപ്പി ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ തലേ ദിവസത്തെ മീൻ കറി എന്ന് പറയുന്നത് കുറച്ച് ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ തലേ ദിവസത്തെ മീൻ കറി അപ്പം എനിക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ആവശ്യത്തിന് ചോറെടുത്തു. ചോറിൻ്റെ മുകളിലേക്ക് മീൻ കറി. അപ്പം ഇക്ക എന്നൊക്കെ പറയുമ്പോഴത്തേനും മീൻ കറിയിൽ കൂടുതൽ ഗ്രേവിയാണ് എടുത്ത് കഴിക്കാറ്. പീസസ് ഒന്നും കൂടുതൽ എടുത്ത് കഴിക്കാറില്ല. അപ്പം പിറ്റേ ദിവസമൊക്കെ ആകുമ്പോഴത്തേനും പീസസ് കറിയിൽ കൂടുതൽ കിടക്കും. അപ്പം ഞാൻ പീസൊക്കെ കൂടുതൽ എടുത്തിട്ട് നമ്മൾ ചോറിന് ചേർത്ത് കഴിക്കാമെന്ന് വിചാരിച്ച് എടുക്കുകയാണ്. ഇന്ന് ലഞ്ചിന് ഇക്ക ഇല്ലാത്തൊരു ദിവസമായിരുന്നു. അപ്പോൾ വളരെ തട്ടിക്കൂട്ടായിട്ടുള്ള ലഞ്ചാണ്. അപ്പോൾ ലഞ്ചെന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഊണായിരുന്നു. കാരണം തട്ടിക്കൂട്ടാണ്. ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഞാനിന്ന് ഒന്നുമേ കാര്യമായിട്ട് കുക്ക് ചെയ്തിട്ടില്ല. കാരണം കഴിഞ്ഞ ദിവസമൊക്കെ അത്യാവശ്യം കുക്ക് ചെയ്തതുകൊണ്ട് ഇന്നൊരു ബ്രേക്ക് എടുക്കുകയാണ്. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ഞാൻ കഴിക്കാൻ വേണ്ടി എടുത്തിരിക്കുന്നത് എനിക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് ചോറും പിന്നെ മീൻ കറിയും അതുപോലെ തന്നെ കുറച്ച് ഗാർലിക് പിക്കിളും അതുപോലെ തന്നെ ചമ്മന്തിപ്പൊടി. അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ ഇത് മീൻകറി, തലേദിവസത്തെ മീൻകറി എന്ന് പറയുമ്പോഴത്തേനും വെച്ച ദിവസത്തേക്കാളും ടേസ്റ്റൊക്കെ കുറച്ച് കൂടുതലാണ്. നല്ല ഉപ്പും പുളിയും എരിവും ഒക്കെ കുറച്ചും കൂടെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ചട്ടിയിൽ തന്നെ ഞാൻ വെച്ചിരിക്കുകയായിരുന്നു. അപ്പം നമ്മൾ വീണ്ടും ചൂടാക്കി അങ്ങ് വറ്റിച്ചെടുത്തു. അത് ചോറിലേക്ക് ഒഴിച്ച് ചേർത്ത് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ്. അപ്പോൾ നമ്മുടെ വീട്ടിൽ റെഡിയാക്കിയ ചമ്മന്തിപ്പൊടിയും അങ്ങനെ എല്ലാം കൂടെ ചേർത്തിട്ട് നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സിമ്പിളായിട്ടുള്ള കുക്കിംഗ് ഒന്നും ഇല്ലായിരുന്നു. വളരെ ഫ്രീ ആയിട്ട് എന്നാൽ വളരെ ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റിയ ലഞ്ച്. അപ്പോൾ ഇതാണ് എൻ്റെ ലഞ്ച് എന്ന് പറയുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ആ മീൻ കറിയിലേക്ക് ചമ്മന്തിപ്പൊടിയും അതുപോലെ തന്നെ കുറച്ച് പിക്കിളും പിന്നെ മീനിൻ്റെ പീസസ് അതൊക്കെ ചോറിൽ ചേർത്ത് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ്. പിന്നെ വൈകുന്നേരം ആയപ്പോഴത്തേനും ഒന്ന് വിശന്നു. വൈകുന്നേരം ഇന്ന് പ്രത്യേകിച്ച് ചായ കാപ്പി അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്തില്ല. അപ്പോൾ വൈകുന്നേരം ആയപ്പോഴത്തേനും എഗ്ഗ് ബുൾസെ. അപ്പോൾ പെപ്പർ പൗഡർ ഇട്ട് ഉപ്പും ഇട്ടിട്ട് എനിക്ക് ബുൾസെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എഗ്ഗ് വൈറ്റിനേക്കാളും കൂടുതൽ ഇഷ്ടം ഈ എഗ്ഗ് യോക്കാണ്. അപ്പോൾ ഞാൻ വേവിക്കുന്നുണ്ട്, തീരെ വേവാതെയല്ല, ആവശ്യത്തിന് വേവിച്ചിട്ട് ഒരു ഡബിൾ ബുൾസെ റെഡിയാക്കി എടുക്കുകയാണ്. അപ്പോൾ എരിവിന് വേണ്ടിയിട്ട് കുറച്ച് കൂടുതൽ പെപ്പർ പൗഡർ ഇട്ടിട്ടുണ്ട്, ആവശ്യത്തിന് ഉപ്പും ഇട്ടിട്ടുണ്ട്. അപ്പോൾ ബുൾസയുടെ എഗ്ഗ് യോക്കൊന്നും പൊട്ടാതെ ശ്രദ്ധിച്ച് റെഡിയാക്കി എടുക്കുകയാണ്. പൊട്ടുകയാണെങ്കിൽ നമുക്ക് ബുൾസെ കഴിക്കാനുള്ള ആ ഒരു ഇൻട്രസ്റ്റ് കുറയുമല്ലോ. അപ്പോൾ ഇങ്ങനെ എഗ്ഗ് യോക്ക് കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് ആ സ്പൂണിൽ ആ ഒരു മഞ്ഞക്കൊരു കോരി കഴിക്കാൻ ഒരു പ്രത്യേക ഇഷ്ടമാണല്ലോ. അങ്ങനെ അപ്പോൾ പിന്നെ വൈകുന്നേരം ആയപ്പോഴത്തേനും സാറായ്ക്ക് കുറച്ച് നഗ്ഗറ്റ്സ് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ കുറച്ച് നഗ്ഗറ്റ്സ് കൂടുതൽ പൊരിച്ചെടുത്തതാണ്. അപ്പോൾ നഗ്ഗറ്റ്സ് പൊരിച്ച് അതിൻ്റെ എണ്ണയൊക്കെ മാറാനായിട്ട് ടിഷ്യൂലൊക്കെ ഇട്ട് വെച്ചു. അപ്പോൾ അതൊന്ന് തണുത്തതിന് ശേഷം കുറച്ച് ടൊമാറ്റോ കെച്ചപ്പൊക്കെ ആഡ് ചെയ്തിട്ട് നമ്മളെല്ലാവരും കൂടി നമുക്ക് വേണ്ട നഗ്ഗറ്റ്സ് കഴിക്കുകയാണ്.
പിന്നെ അതിനുശേഷം എന്താണ് ഇതൊരു വീക്കെൻഡായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഡിന്നർ കഴിക്കാനായിട്ട് നമ്മൾ മാത്രമല്ല, നമ്മുടെ കൂടെ ഫ്രണ്ട്സും കസിൻസും എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ ഏറ്റവും ആദ്യം തന്നെ ഞാൻ ഓർഡർ ചെയ്തത് ഒരു ലൈം ജ്യൂസ് ആയിരുന്നു. വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല അടിപൊളി ലൈം ജ്യൂസ്. അപ്പോൾ ലൈം ജ്യൂസൊക്കെ കുടിച്ചതിന് ശേഷം പിന്നെ നമ്മൾ ഓർഡർ ചെയ്തത്, ഇത് ഞാൻ ഓർഡർ ചെയ്തതാണ് തേങ്ങാപ്പാൽ ഫിഷ് കൊക്കനട്ട് കറി. പിന്നെ ഇതെന്ന് പറയുന്നത് ചിക്കൻ ചട്ടിക്കറി. അപ്പോൾ കറിയുടെ പോർഷനൊക്കെ ആ ചിക്കൻ ചട്ടിക്കറിയൊക്കെ പോർഷൻ ക്വാണ്ടിറ്റി വൈസ് കുറച്ച് കൂടുതലുണ്ട്, കാരണം നമ്മൾ ഫ്രണ്ട്സും നമ്മളെല്ലാവരും കുറച്ച് കൂടുതൽ പേര് കഴിക്കാനുണ്ട്. പിന്നെ മറ്റേത് ഷെസ്വാൻ നൂഡിൽസ്. പിന്നെ ഇതെന്ന് പറയുന്നത് ഒരു മട്ടൻ കറി. അങ്ങനെ പല 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 ടൈപ്പ് കറികൾ വാങ്ങിച്ചിട്ട് നമ്മളെല്ലാവരും ഷെയർ ചെയ്ത് കഴിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഫിഷ് മാംഗോ കറി എന്നൊക്കെ പറയുന്നത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം എനിക്ക് ഒരുപാട് സ്പൈസി ആയിട്ടുള്ള കറി കൂട്ടാൻ തോന്നാത്തത് കൊണ്ട് ഞാൻ ആ മട്ടൻ കറിയും ചിക്കൻ കറിയും ഒക്കെ ഒഴിവാക്കിയിട്ട് ആ ഒരു ഫിഷ് മാംഗോ കറിയാണ് കൂടുതലെടുത്ത് കഴിച്ചത്. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നു. മാംഗോയുടെ ഒരു ചെറിയൊരു പുളിപ്പും അതുപോലെ തന്നെ കൊക്കനട്ടിൻ്റെ ഒരു ലൈറ്റ് സ്വീറ്റും വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഫിഷ് മാംഗോ കറി. അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ നൈസ് പത്തിരി, അതുപോലെ തന്നെ ഇടിയപ്പം, വെള്ളയപ്പം, അങ്ങനെ പല പല ഐറ്റംസൊക്കെ ചേർത്തിട്ട് കഴിച്ച്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ കഴിഞ്ഞ ദിവസത്തെ വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ ഈ ഒരു എൻ്റെ ടേസ്റ്റി ഡിഷസ്, എൻ്റെ ടേസ്റ്റി ബ്രേക്ക്ഫാസ്റ്റും അതുപോലെ തന്നെ ലഞ്ചും ഡിന്നറും ബാക്കിയുള്ള കൊച്ചു കൊച്ചു വിശേഷങ്ങളും എല്ലാം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ നെക്സ്റ്റ് ഡേയിൽ എൻ്റെ അടുത്ത വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേയുമായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ആദ്യം ഇടിയപ്പവും ഫിഷ് മാംഗോ കറിയൊക്കെ കൂട്ടി കഴിച്ചു. പിന്നെ നൈസ് പത്തിരിയും കുറച്ച് ചിക്കൻ കറിയും കുറച്ച് മട്ടൻ കറിയൊക്കെ എടുത്ത് അതും കഴിച്ചു. അപ്പോൾ ഞാൻ എൻ്റെ ടേസ്റ്റി ആയിട്ടുള്ള ഡിന്നർ കഴിക്കട്ടെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.